എന്താ ഉണ്ണി? ഏതോ വണ്ടി ഇടിച്ച് കിടക്കുന്നു. ഏതോ വണ്ടി ഓടിക്കോ. ഗോവിന്ദുട്ടി, ഗോവിന്ദുട്ടി, ഉണർത്തണ്ട, മരുന്ന് കൊടുത്ത് കെടുത്തിരിക്കുക. പേടിക്കേണ്ട ഘട്ടം കഴിഞ്ഞു എന്നാ ഡോക്ടർ പറഞ്ഞേ. ചോര ഒരുപാട് പോയി. ഞങ്ങളുടെ ഒന്നും പാകായില്ല. പിന്നെ ആ മുതലാളി ഉണ്ടായിരുന്നു ഭാഗ്യം. ഇതുവരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞപ്പോഴാ പോയേ. പിന്നെ വരാം. உன்னை எல்லாத்தையும் முடிச்சுட்டு தான் நான் வந்திருக்கேன். ഇനി അവനെ കാണാൻ പറ്റില്ല. നാളെ കുറെയായി ആ തെണ്ടി എന്നെ പറഞ്ഞ് മോഹിപ്പിക്കുന്നു. ഇന്ന് തന്നെ ഞാൻ വിടില്ല. ബലം പ്രയോഗിച്ച് മതിയാകുന്നുണ്ടെങ്കിൽ പുത്തമ്പുരക്കിലെ ചെറിയ കാരണവരുടെ യോഗ്യത നാലാളെ വിളിച്ചറിയിക്കട്ടെ. അടുത്ത് നാണം കെട്ടിയത് ഗോവിന്ദൻകുട്ടി. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരു തറവാട്ടിലേ അല്ലേ? ആണല്ലോ.
അണമുട്ടിയപ്പോഴെങ്കിലും നിന്റെ പുഴുത്ത നാക്കിനത് വീണല്ലോടാ. ഇവിടെ ആയിപ്പോയി. ഇല്ലെങ്കിൽ നിന്റെ ശവം ഞാൻ എടുത്തേ. കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. വാതിൽ തുറക്ക്. ഞാൻ വേണേ നിന്റെ കാല് പിടിക്കാം. കാല് പിടിക്കേണ്ട എന്റെ ഒന്നുമല്ല. ഇത് അവിടെ ചെന്ന് പിടിക്കുക. ചെന്ന് മാപ്പ് വരാൻ പറ. ചെല്ലാം. ഉണ്ണി പോയി എന്നറിഞ്ഞപ്പോ തൊട്ട് ഈ ദിവസങ്ങൾ മുഴുവൻ ഈ തേങ്ങലായിരുന്നു എന്റെ കാതിൽ നിറയെ. കൂടെ ചേർന്ന് കരയാനല്ല ഞാൻ വന്നത്. ഉണ്ണിക്കൊന്നും പകരമല്ല. എന്നാലും ഈ ആയുഷ്കാലം മുഴുവൻ ഉണ്ണിയായിട്ട് ഞാനിവിടെ കഴിഞ്ഞോളാം. അടിപിടി കേസും കൊലപാതകവുമായി നടക്കുന്ന ഒരാളിന്റെ ഉറപ്പില് ഇനി അവധി തരാൻ ബാങ്കിന് പറ്റില്ല. വണ്ടി ജപ്തി ചെയ്തിട്ടുണ്ട്. മുഴുവൻ പണം അടയ്ക്കുമ്പോ വണ്ടി നിങ്ങളുടേതാവും. നാളെ മുതൽ ഞാൻ ജോലിക്കുണ്ടാവില്ല. എൻ്റെ വണ്ടി ജപ്തി ചെയ്തു. പിന്നെ ഒരു ആസ്പത്രിയിൽ ചെലവാക്കിയ പണം ജോലി ചെയ്ത് തിരിച്ചു തരാമെന്ന വിചാരിച്ചത്. അതിന് നിവൃത്തിയില്ലാണ്ടായി. എനിക്കിത്തിരി സാവകാശം തരണം. കുറച്ച് വൈകിട്ടായാലും ഞാൻ എങ്ങനെയെങ്കിലും തന്ന് തീർത്തോളാം. தந்தா தீந்து போயிடுமா? நீ என்ன முதலாளின்னும் நான் உன்னை கோவிந்த குட்டின்னு விളിക്കാമേ. நீ என்ன பெரியவர், நான் உன்னை சின்னான்னு விളിக்கிறது எதுக்காக? கொடுத்து தீக்கிறதுக்கா? பைத்தியக்கார. എന്താ ഒന്ന് എഴുന്നേറ്റ്. ചായ ഇനി 4 മണിക്കുള്ളത് തിരുമേനി. അതിനൊന്നും അല്ലടോ. താൻ ഒരു ഗ്ലാസ് ഇത്തിരി വെള്ളം ഇങ്ങെടുത്തേ. തൊട്ട് നാക്കാൻ വല്ലതും. ഇത് ഇവിടെ നിന്ന് കഴിക്കാനോ? ഇവിടെ ഇപ്പൊ ആരും ഇല്ലല്ലോ. 4 മണിക്കുമ്പോ ഞാനങ്ങ് ഇറങ്ങി തന്നേക്കാം. ഇയാൾ ഒരുമാതിരി ആളെ കണ്ടിട്ടില്ലാത്ത മാതിരി. ജീവിതമായ ഒരു രസമൊക്കെ വേണ്ടടോ. താനൊരു കാര്യം ചെയ്യാം. ഞാൻ വേഗം തീർത്തേക്കാം. തണുത്ത വെള്ളം ഇങ്ങോട്ട് എടുക്കുക. താൻ ആശുപത്രിയിൽ വലിയ ശുശ്രൂഷയിലാണെന്ന് കേട്ടല്ലോ. അതിപ്പോ തിരുമേനി വഴി കിടന്നാലും ഞാൻ കൂടെ നിൽക്കണ്ടേ? തല്ലുണ്ടാക്കാൻ കാറിൽ വന്നത് തമിഴ്നാട്ടുകാരാന്ന് കേട്ടു. ആള് മാറി കുത്തിയതാന്ന്. തമിഴ്നാട്ടുകാരോ? തന്നോട് ആരാ പറഞ്ഞ ഈ വെട്ടിത്തം? കടയിൽ പലരും പറയണ കേട്ടതാ. ഇപ്പൊ ഇതാണല്ലോ മുഖ്യമായ ചർച്ച. താൻ പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാ. ചെറുക്കൻ ലിസ്റ്റിലില്ലായിരുന്നു. അത് ടൈഗർ ആന്റണിക്ക് ഒരു കയ്യബദ്ധം പറ്റിയതാ. താനിത് എവിടേക്കാ പോണേ? ചൂല എടുത്തിട്ട് വരട്ടെ. ഇതൊന്ന് തൂത്തു വരാൻ. ആ വേഗം വരണം. ആന്റണി. അതെ. എന്താ? എന്നെ ഓർമ്മയുണ്ടാവില്ല. ഇരുട്ടിന്റെ മിന്നായത്തില് ശരിക്കും കണ്ടു കാണില്ല. ആരടാ നീ? പറഞ്ഞാൽ ഓർക്കും. ഒരു ഗോവിന്ദൻകുട്ടി, പാവം ഗോവിന്ദൻകുട്ടി. നീ എന്റെ ഉണ്ണി.
പുത്തമ്പരക്കലെ അവരെല്ലാം കൂടെ പറഞ്ഞിട്ടാ കാശ് തന്നിട്ടാ ഞാൻ. ഗോവിന്ദൻകുട്ടി, ഞാൻ പറഞ്ഞിട്ട് പോയാ മതിയേ. നടക്കടാ, നടക്കടാ, നടക്കടാ. കേസ് നടക്കും. എത്ര വേണമെങ്കിലും മുടക്കാൻ പെരിയവർ തയ്യാറാണ്. എന്നാലും പ്രമാണിമാര് എങ്ങനെയും തലവരും. വാടകയ്ക്കെടുത്തവർക്ക് ശിക്ഷയും കിട്ടും. എന്നിട്ടെന്താ, അതൊന്നും പോയവർക്ക് പകരമാവില്ലല്ലോ. ഇവിടെ വരുമ്പോ ഉണ്ണിയുടെ കാര്യമൊന്നും പറയണ്ട എന്ന് മനസ്സിൽ കരുതും. പക്ഷെ എവിടെ തുടങ്ങിയാലും ഒടുക്കം ചെന്നെത്ത് അവിടെ തന്നെ. ഈ മരുന്നും കഷായം കൊണ്ട് മാത്രമാവില്ല. നാളെ കൊണ്ടും കുറവ് കണ്ടില്ലെങ്കിൽ ഞാൻ ഡോക്ടറെ വിളിച്ചോണ്ട് വരും. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടണേ? മരുന്നുകൊണ്ട് മാറും ഇതൊക്കെ. അതിനാദ്യം ചെയ്യേണ്ടത് ഇവിടുന്ന് മാറുക. കുറച്ചാൾ എന്റെ അവിടെ വന്ന് നിൽക്കാം. ഇന്ന് കാലത്തൂടെ അമ്മ പറഞ്ഞു. ഞാനിവിടെ ഇങ്ങനെ ചാവാണ്ടി കിടക്കണതുകൊണ്ടാ ആകെയുള്ള ഈ മുതൽ കൊത്തിപ്പറിക്കാൻ അവന്മാര് വരാത്തത്. ഞാൻ ഉമ്മറത്തുണ്ടാവും, ഉറങ്ങാൻ നോക്കും. അമ്മ ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ. അമ്മയ്ക്ക് അതൊക്കെ ശീലമാണ്.